രാമകഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക പുണ്യമാസത്തിൽ രാമായണ കഥാമൃതം എന്ന നാമധേയത്തിൽ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ജീവൻ TV ഒരുക്കുന്ന രാമായണ പാരായണ പരമ്പരയിലെ അടുത്ത അധ്യായത്തിൽ ശ്രീരാമചന്ദ്രലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ കഴിയുമ്പോൾ സീതാദേവിയെ രാവണൻ കൊണ്ടുപോവുകയും അങ്ങനെ സീതാന്വേഷകരായി അവർ നടക്കുന്ന അവസ്ഥയിൽ കബന്ധൻ എന്നൊരു അസുരനെ കാണാൻ ഇടവരികയും കബന്ധനെ ശാപമോക്ഷം കൊടുത്ത് കബന്ധൻ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന സ്തുതിയോടുകൂടിയാണ് അടുത്ത അധ്യായം സമാരംഭിക്കുന്നത്. ആരംഭിക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേക മന്യൽ സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യമനാത്മക മഹാത്മകമാകയാൽ അജ്ഞാനികൾ. മത്സ്യകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ. എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം. മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ. ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ. ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം. ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭവനാഭിഷയമാണൊന്നതു യോഗീന്ദ്രാണാം. കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമഹത്വത്താതിവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാൽ പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം. നാഥ തേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ. സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിമലതലവും ജഘനം മഹീതലം
നാഭിതേ നവസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ടദേശം ദേ മഹർലോകമെന്നറിയേണം തുണ്ഡമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം ദേ തപോലോകം ഇങ്ങതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം ദേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാത്രകമേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശുകൾ നാസികയും വക്രമായതു വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണീ മഹാമായ വാസനാ സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കൃഷിദേശങ്ങളല്ലോ സപ്തസാദരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥ്വീവിധിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും പൃഥ്വീവിധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃഷാദ്യാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വിഷ്ടിയായതും തവരേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീം സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനവേ വസിപ്പതിനാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സ്വമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരെ രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവസ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും
സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീൽമൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കഥപതനം ഇനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാം മാറു കാണാം മതങ്കാശ്രമം. തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബരി ആശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം ബുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടും അവൾ ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു ത്വൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ തന്നെയായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാർ. അവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചതു രാക്ഷസവധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടു കൊള്ളുവാൻ മേൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീരയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മുടഞ്ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയം അല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമെങ്ങുൾക്കമലത്തിൽ അറിയപ്പോക ദയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതി നാം ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി
മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം. പിന്നെ മധ്വജോ വാക്യാതൃത്വം. മൽക്കലാജാതചാര്യോപാസനമഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാസ്തിക്യവും. ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും. സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉക്തമായതു ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യനുത്തമ തപോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിരു തവ മുക്തിയും അടുത്തിതു നിനക്കു തപോധനെ. ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം. കെനവാ നീദാസീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയുമാകുലം നകലുമാറാദരാലുര ചെയ്താൽ. സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഹരേ രാമ 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 ഹരേ ഹരേ. സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാതണ്ടലർമ്മകളെ ഞാൻ. മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോ ഭാഗേ പശ്യ പർവ്വതമശ്മരമൃശ്യകുമാമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്തിയാദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നെല്ലെത്തിയിടും മുക്തി നിജജാതിക്കൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദോം പാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരസൻ ത്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ
തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്വമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കരാജയിച്ചരുളന്നരുളിനാൾ. ഇതധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ആരണ്യകാണ്ഡം ഇവിടെ സമാപിക്കുകയാണ്. പഞ്ചവടിയിൽ നിന്നും സീതാദേവിയെ രാവണൻ കൊണ്ടുപോവുകയും സീതാന്വേഷകരായി രാമലക്ഷ്മണന്മാർ യാത്ര തുടരുകയും അങ്ങനെ മോക്ഷാർത്ഥിയായിരുന്ന കബന്ധനും ഒക്കെ മോക്ഷമെല്ലാം കൊടുത്ത് ശബരിയാശ്രമത്തിൽ ചെന്ന് ശബരിയെ വണങ്ങി ശബരിയിൽ നിന്നും സീതയെക്കുറിച്ച് ലഭ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ശബരി ഭക്തിപുരസരം ശ്രീരാമചന്ദ്രനെ പൂജിച്ച് സീതാദേവിയെ കൊണ്ടുപോയത് രാവണനാണെന്നും ദക്ഷിണഭാഗത്തേക്കാണ് പോയതെന്നും ആയതിലേക്ക് ബാലിസുഗ്രീവന്മാർ വസിക്കുന്ന പ്രദേശം ചൊല്ലിക്കൊടുക്കുകയും അവിടെ ചെന്ന് അവരുമായി സഖ്യം ചേർന്നാൽ അങ്ങക്ക് കാര്യസാധ്യം നടക്കുമെന്നും ശ്രീ ശബരി മാമുനി ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡം എന്ന അധ്യായം സമാപിക്കുന്നു. അടുത്തത് കിഷ്കിന്ധാകാണ്ഡമാണ് സമാരംഭിക്കുന്നത്. അടുത്ത ശ്രീരാമകഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കിഷ്കിന്ധാകാണ്ഡം മുതൽ തുടങ്ങാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.